ഇന്നത്തെ വീഡിയോയിൽ ഒരു ചിക്കൻ കറി റെസിപ്പിയാണ്. ഏകദേശം 1 കിലോ ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ ചിക്കൻ ഫ്രൈ മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അത് നന്നായിട്ട് ചൂടായി വരുമ്പം ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇടണം. നല്ല ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് വേവിക്കണം. എന്നിട്ട് ഈ ചിക്കൻ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ടിത് ഫ്ലെയിം കുറച്ച് വെച്ച് 2 മിനിറ്റ് നേരം കൂടെ അടച്ചു വെച്ച് വേവിക്കണം. എന്നിട്ട് മാറ്റി വെക്കണം. ഇനി ഒരു ചട്ടിയിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കണം. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. എന്നിട്ട് 2 ചെറിയ സവാള അരിഞ്ഞതും 10-12 അല്ലി ചുവന്നുള്ളി അരിഞ്ഞതും കൂടെ ചേർക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇനി ഉള്ളി നന്നായിട്ട് വഴന്നു വരുമ്പം 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കണം. എല്ലാം കൂടെ വഴന്നു കഴിയുമ്പം 2.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ചിക്കനിൽ ഓൾറെഡി കുറച്ച് ഉപ്പുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. എന്നിട്ട് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യണം. എന്നിട്ട് 5 മിനിറ്റ് നേരം ചെറിയ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരണം. തിളച്ചു വരുമ്പം നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ചിക്കൻ ചേർക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കണം. 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർക്കാം. ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇത് അടച്ചു വെച്ച് 10 മിനിറ്റ് നേരം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിക്കണം. ഇപ്പൊ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളകും കൂടെ ഇടാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് നേരം കൂടെ ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് പിന്നെ തുറന്നെടുത്ത് കഴിക്കാം. അപ്പം അത്രേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.